CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. ദമ്പതികൾ അടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യം എടുത്തു നൽകാം എന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിന് ഇരയായത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി താനൂർ ഒഴൂർ കരിങ്കരപ്പാറ ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ടർഫോട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം കായിക വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ എന്നും ശ്രദ്ധ ചെലുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. ദമ്പതികളടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യം എടുത്തു നൽകാം എന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. മണ്ണാർക്കാട് സ്വദേശി രാമചന്ദ്രൻ, തിരൂർ സ്വദേശി റെയ്ഹാൻ, കൊപ്പം സ്വദേശി സുലൈമാൻ, ഏലംകുളം സ്വദേശി സൈനുൽ ആബിദ്, പയ്യനാട് സ്വദേശി ജസീല, പള്ളിക്കൽ ബസാർ സ്വദേശി സനൂപ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാമചന്ദ്രന്റെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിൽ എത്തിച്ചാണ് യുവതിയെ പീഡനത്തിനിരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ജാമ്യത്തിന്റെ ആവശ്യത്തിനായി ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞാണ് യുവതിയെ ലോഡ്ജിൽ എത്തിച്ചതെന്നും പോലീസ് പറയുന്നു. CCN പെരിന്തൽമണ്ണ. വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിരിപ്പറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിന് ഇരയായത്. ATM കൗണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ. മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്ത് അരികീഴായിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനവും പോലീസ് തടഞ്ഞു നിർത്തിയത്. കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ 250 രൂപ പിഴയടയ്ക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു. പിന്നീട് പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക 500 രൂപയായി ഉയർന്നു. താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണം എന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നാണ് പരാതി. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. ലൈസൻസ് കൊണ്ടുവരണം. ലൈസൻസ് കാണിച്ചെടുത്ത് ഒക്കെ അടിച്ചു നോക്കി. അപ്പോൾ ആ പ്രിൻ്റ് വന്നപ്പോൾ അത് 500 രൂപയായി. 500 രൂപ. അപ്പോൾ ഞാൻ സാറേ ഇത് 500 ആണല്ലോ, 250 അല്ലേ സാറ് പറഞ്ഞത്. ഇതിപ്പോൾ എങ്ങനെ 500 ആയി സാറേ? എന്താ സാറേ ഇത്? നിങ്ങൾ കുറച്ച് ഞാൻ 250 അടിച്ചോളാം. അല്ല, ഈ അക്ഷയ പോയിട്ട് 500 അടിച്ചോ. അക്ഷയ പോയിട്ട് 500 അടിച്ചോ എന്ന് പറഞ്ഞാൽ അത് സാറേ അങ്ങനെ പറയല് സാറേ, പോവല് സാറേ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പോയി ഇവർ പോവാണ്. അപ്പോൾ അടിച്ചു. അപ്പോൾ എന്നെ ഒരു അടി അടിച്ചു. അതിൽ ഞാൻ ആകണ്ട് ഷോക്കായി. ഒരു അടി നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു അടി കിട്ടേണ്ട അങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ചെവിൻ്റെ ഇവിടെ കണക്കുണ്ട് അങ്ങനെ ഇതായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെസ്പായപ്പോഴത്തേക്കും വീണ്ടും മൂപ്പര് കോളറിനൊക്കെ പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ ഷർട്ടൊക്കെ പൊട്ടി, ചെരുപ്പ് പൊട്ടി. അത് അപ്പോൾ വീണ്ടും 2-3 അടി അടിച്ചപ്പോൾ മറ്റേ പോലീസുകാരൻ വന്ന് ആളെ പിടിച്ച് വെച്ചു. അപ്പോഴാണ് ഈ ഇന്നോവയിലുള്ള ആൾ വന്ന് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് മൂപ്പര്. അത് ഞാൻ കണ്ടിട്ടില്ല. മൂപ്പര് തടുത്ത് വെച്ചു. അപ്പോൾ ഞാനാകെ ആ ടെൻഷനിൽ ഞാൻ വണ്ടിയിൽ വീണ്ടും കയറി. നമ്മളെ വണ്ടിയിൽ കയറിയിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇയാൾ ഈ ഇന്നോവയത്തെ ആൾ വന്നതാണ് എന്നോട്. മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു മാറ്റിയത്. പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങിയെന്നും പറയുന്നു. ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. CCN മലപ്പുറം. അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. അനുവദിക്കാനറിയില്ലെങ്കിൽ
പഞ്ചായത്ത് ഓഫീസ് പരിസരത്തേക്ക് എത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജനവിശ്വാസമുള്ള ഒരു ഭരണസമിതിക്ക്, തീർച്ചയായും ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സംസ്ഥാനത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. ആ രീതിയിൽ ഇവിടെ എല്ലാ മേഖലയിലും വികസനം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ആ രീതിയിലുള്ള ഒരു ഭരണസമിതിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ ഞങ്ങളൊക്കെ തന്നെ പത്രത്തിലൊക്കെ പോയി കാണുന്ന പത്രസമ്മേളനങ്ങൾ കാണുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല. ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. ഒരു സ്ത്രീ എങ്ങനെ അപമാനിക്കാമോ? മുസ്ലിം ലീഗ് ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടത്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയും കാണാനില്ല, ഒരു മീറ്റിംഗിൽ കാണാനില്ല, ഒരു പത്രസമ്മേളനത്തിൽ കാണാനില്ല, അവർ പത്രക്കാരോട് പറയുന്നതിൽ കാണാനില്ല. പഞ്ചായത്തെ ന്യായീകരിക്കാൻ അവർ കഴിയുന്നില്ല. അവരെ ഒരു നോക്കുകൊത്തിയായിരിക്കുന്നു. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നവരാണ് ഇവിടുത്തെ ലീഗ് നേതാക്കന്മാർ. ഈ UDFന്റെ കുത്തഴിഞ്ഞ ഭരണം അവസാനിപ്പിക്കണം. മറ്റൊന്നെന്താ? ഇവിടുത്തെ ജീവനക്കാർ ആരാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വരാൻ തയ്യാറാവുന്നത്? അവർ നമ്മളെ പാർട്ടിയെ കുറ്റം പറയാണ്. CPM ആണ് ഉത്തരവാദി, ഗവൺമെന്റ് തരുന്നത്. അതല്ല, അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിന് കിട്ടിയ ജീവൻ കൊണ്ട് ഓടുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. ഇവരുടെ ഈ ദുർഭരണത്തിന് ഇരയാകാൻ നിൽക്കാൻ കഴിയില്ല. അവരുടെ സർവീസ് കരിയറിനെ ബാധിക്കും, അത് പെൻഷനെ ബാധിക്കും. ഈ കോൺട്രാക്ടർ ഭരണം ഇവരെ ഞെട്ടിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരെ. അതിന്റെ വീഡിയോ ഓഡിയോ പുറത്തു വന്നല്ലോ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ KT നാരായണൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് TK റഷീദ് അലി, T പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദിലീപ് എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A ഹരി സ്വാഗതവും സജി കക്കറ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 3 മുതൽ 5 വരെ പരപ്പനങ്ങാടിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് വണ്ടൂരിലെ സഖാവ് K പ്രഭാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥയും മഞ്ചേരിയിലെ സഖാവ് K ബാബുരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ബാനർ ജാഥയും ആളൂർ പ്രഭാകരന്റെ വസതിയിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. വൈകുന്നേരം 3 മണിക്ക് തിരൂരങ്ങാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇവ സംഗമിക്കും. തുടർന്ന് 4 മണിക്ക് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും. 5 മണിക്ക് സഖാവ് K ബാബുരാജ് നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ നിയാസ് പുളിക്കലകത്ത് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കും. CPI ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 4 രാവിലെ 9 മണിക്ക് സഖാവ് K കോയക്കുഞ്ഞി നഹയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ രാജാജി മാത്യു തോമസ് ദീപശിഖ പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 5 വൈകുന്നേരം ജില്ലാ കൌൺസിലിനെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുത്ത് 5 മണിക്ക് സമ്മേളനം സമാപിക്കും. 2 ദിവസത്തെ പൊതുസമ്മേളനത്തിൽ പ്രധാനമായിട്ടും 2 രേഖകളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടാണ്. അതോടൊപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടും. ഈ 2 റിപ്പോർട്ടിന്മേലും ഗൗരവമായിട്ടുള്ള ചർച്ച നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ മറുപടിയും അതിന്റെ വിശദീകരണവും നൽകിക്കൊണ്ട് 5-ാം തീയതി വൈകുന്നേരം വിവിധ തെരഞ്ഞെടുപ്പുകളോടുകൂടി ഈ സമ്മേളനം അവസാനിക്കും. 50 അംഗ ജില്ലാ കൗൺസിലിനെയും 17 അംഗ സംസ്ഥാന കൗൺസിൽ പ്രതിനിധികളെയും തെരഞ്ഞെടുക്കണം. ജില്ലാ സെക്രട്ടറിയും കൂടി തെരഞ്ഞെടുത്ത് 5 മണിക്ക് സമാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. CPI ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PP ബാലകൃഷ്ണൻ, E സൈതലവി, സ്വാഗത സംഘം ചെയർമാൻ നിയാസ് പുളിക്കലകത്ത്, ജനറൽ കൺവീനർ K മൊയ്തീൻ കോയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി താനൂർ ഒഴൂർ കരിങ്കപ്പാറ ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച
സിന്തറ്റിക് ടർഫോട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ എന്നും ശ്രദ്ധ ചെലുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിക്കായി 124 കളിക്കളങ്ങൾക്ക് 62 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. താനൂർ നിയോജക മണ്ഡലത്തിൽ 12.35 കോടി രൂപയുടെ 10 നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ടെന്നും ഇതുവരെ 1800 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ പൂർത്തിയായെന്നും മന്ത്രി അറിയിച്ചു. ടർഫിനോടനുബന്ധിച്ചുള്ള ഫെൻസിംഗ് ജോലികൾക്കും ചുറ്റും ഇന്റർലോക്ക് ചെയ്യുന്നതിനും 24 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന അഷ്കർ കോറാടും, അസൻ കാക്കയും PTA പ്രസിഡന്റായിരുന്ന ഫൈസലും അന്നത്തെ HMഉം വിവരിച്ചപ്പോൾ ഈ നാടിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയം ഉണ്ടാവണമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാലയമായി അത് മാറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചാണ്. ഇന്നത് ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ യോഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുല്യമായി വകയിരുത്തിയ 62.72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണത്തിന് സമഗ്ര ഭരണാനുമതി നൽകിയത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ 58.89 ലക്ഷം രൂപയ്ക്ക് ഈ ടെൻഡർ ക്ഷണിച്ചാണ് കളിസ്ഥലത്തിന്റെയും കവാടത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. ജില്ലയിൽ കായിക വകുപ്പ് മുഖേന 30.97 കോടി രൂപയുടെ 23 പ്രവൃത്തികളും കിഫ്ബി പദ്ധതി പ്രകാരം 30.03 കോടി രൂപയുടെ 2 പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് അധ്യക്ഷത വഹിച്ചു. CCN മലപ്പുറം. മാതാമൃതാനന്ദമയി മഠം മഞ്ചേരി ശാഖയുടെ പുതിയ ആശ്രമ മന്ദിരം ഓഗസ്റ്റ് 3 ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അവിടെ ഭക്തന്മാർക്കെല്ലാം ഒന്നിച്ചുകൂടി സാമൂഹികവും ജീവകാരുണ്യപരവും ആധ്യാത്മികവുമായ പരിപാടികൾ നടത്താനും ജനങ്ങൾക്ക് സ്വയം ആരാധന സാധന ഒക്കെ നടത്തി ഓരോരുത്തർക്കും ഉയരാനും അതോടൊപ്പം സമൂഹത്തെ സേവിക്കാനും കൂട്ടായ സാമൂഹ്യ സേവനത്തിലുള്ള കേന്ദ്രമാണ് ആശ്രമം. നറുകരയിൽ ഹൈവേയോട് ചേർന്നുള്ള സ്ഥലത്തു നിർമ്മിച്ച പുതിയ ആശ്രമ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം രാവിലെ 11:15 പാലുകാച്ചൽ ചടങ്ങോടെ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാമിജിയുടെ നേതൃത്വത്തിൽ അമൃതോത്സവം നടക്കും. രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് നവഗ്രഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവയും ഉണ്ടായിരിക്കും. ഉദ്ഘാടനത്തിനു ശേഷം പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ അനുഗ്രഹ പ്രഭാഷണം, സ്വാമിജി നയിക്കുന്ന ഭജന, ഫ്ലൂട്ട് മെഡിറ്റേഷൻ, പ്രസാദ വിതരണം, അമൃത ഭോജനം എന്നിവയും നടക്കും. CCN മലപ്പുറം. ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷന്റെ 37ാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മഞ്ചേരി ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 37ാമത്തെ സമ്മേളനമാണ് 3-ാം തീയതി ഞായറാഴ്ച ഇസ്മായിൽ അലി നഗറിൽ, അതായത് മഞ്ചേരി ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ മാഡം, അതേപോലെ തന്നെ വൈസ് ചെയർമാൻ ഫിറോസ്, പ്രതിപക്ഷ നേതാവ് സജിത് ബാബു എന്നിവരടങ്ങുന്ന ഇവരുടെ സാന്നിധ്യത്തിൽ മഞ്ചേരി MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സീനിയർ വൈസ് പ്രസിഡന്റ് യൂസുഫ് എ മാടൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങൽ മുഖ്യാതിഥിയായിരിക്കും. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ AM ഹബീബുള്ള,
മുഹമ്മദ് അഷറഫ് ബാവ, യൂസുഫ് എ മാടൻ, യാഷിഖ് മഞ്ചേരി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJPയുടെ DNA ന്യൂനപക്ഷ വേട്ടയും ദളിത് വേട്ടയുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്ത് നിയമമാണ് പോകുന്നത്? നിയമം എന്ന് പറയുന്നത് വെള്ളരിക്കപ്പെട്ടതാണ്. ഈ രാജ്യത്തെ നിയമവും നീതി നടപ്പിലാക്കുന്ന ആരും എതിരല്ല. പക്ഷെ ഇവിടെ നിയമവും നടപ്പിലാക്കും നീതി നടപ്പിലാക്കും എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഒരു കുറ്റവും ചെയ്യാത്ത, ഇന്നിപ്പോൾ അവർ പറഞ്ഞ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഞങ്ങളുടെ പിന്നെ രക്ഷാകർത്താക്കളുടെ സമ്മതത്തോടുകൂടിയാണ് ഞങ്ങൾ പോയത്. അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, നിങ്ങളുടെ സമ്മതമില്ലാന്നൊരു കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്ന് ആ കുട്ടിയെ നിന്ന് പറഞ്ഞു. ഇതിനുള്ളിൽ ഭരണകൂടവും സംഘപരിവാറും കൂടി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ രാജ്യത്ത് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ജയിലിലടക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ കന്യാസ്ത്രീ സമൂഹത്തെ മാറ്റിയിരിക്കുകയാണ് ഇവർ. എന്നിട്ട് ഓരോ ദിവസവും കൂടുമ്പം പറയും നാളെ ജാമ്യം കിട്ടും, ഇന്ന് ജാമ്യം കിട്ടും, ഞങ്ങൾ അനുകൂലിക്കും പറയും നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അങ്ങേറ്റം എല്ലാ ക്ഷമയുടെ അതിരുകളും അതിലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്, ആ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം നവീകരിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ വിഭാഗമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷാഘാതം മൂലമോ അപകടങ്ങൾ മൂലമോ നട്ടെല്ലിനോ തലയ്ക്കോ പരിക്കേറ്റവർക്കുള്ള ഫിസിയോതെറാപ്പി, കുട്ടികളിലെ ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക പരിചരണം, ഒക്യുപേഷണൽ തെറാപ്പി, വിവിധ കാരണങ്ങളാൽ സംസാരിക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സ്പീച്ച് ആൻഡ് സ്വാളോ തെറാപ്പി, കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമാവയവം വെച്ചുകൊടുക്കലും പരിശീലനവും, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമസ്കാരം. ഞാൻ ഒരു മരത്തുമെന്ന് വീണതായിരുന്നു. ഫോണ് സ്ലിപ്പായിക്കാണ്ട് വീണപ്പോൾ ഫൈനൽ ബോർഡ് കംപ്ലൈൻ്റ് ആയതാണ്. തെറ്റിയിരുന്നു, ഡിസ്ക് അങ്ങോട്ടും കൂടെ തെറ്റി. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ വന്ന് ഇവിടുന്ന് വീരാൻകുട്ടി സാറാണ് ഓപ്പറേഷൻ ചെയ്ത് ഇവിടുന്ന് 2.5 മാസം കൊണ്ട് എനിക്ക് മൊത്തം അരക്കണ്ണം കെട്ട് ഇവിടെ മൊത്തം ചലനില്ലായിരുന്നു. പിന്നെ തെറാപ്പി ചെയ്ത് കണ്ടാണ് ഇത് ക്ലിയർ ആയത്. 2.5 മാസം ഇവിടെ നിന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ആയത്താണ്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി ഓടിക്കാനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. സാറന്മാരും തന്നെ നല്ല നമ്മളെ അത്രയും കെയർ ചെയ്തിട്ടാണ്, അവരത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളെ ഉഷാറാക്കി എടുത്തത്. 2.5 മാസം കൊണ്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ നടക്കുന്ന രീതിയിലായിട്ടുണ്ട്. കൂടാതെ ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. മുഴുവൻ സമയ ഫിസിയാട്രിസ്റ്റിന്റെ സേവനം, പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ എന്നിവർ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിക്കുന്നതാണ്. ദീർഘകാലം കിടത്തി ചികിത്സ വേണ്ടവർക്ക് പ്രത്യേക പാക്കേജുകൾ ലഭ്യമായിരിക്കും. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ വിഭാഗമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. 4 വർഷത്തിന് മുകളിലായി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നമുക്ക് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബ്ലോക്ക്, അതായത് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെറാപ്പി ചെയ്യാൻ ഒരു പുതിയ ഒക്കുപേഷൻ തെറാപ്പി ഏരിയ, പുതിയ ഫിസിയോതെറാപ്പി ഏരിയ, അതിനോടൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് സ്വാലോ, ഇതിനെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഇതിനായിട്ട് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഒക്കുപേഷണൽ തെറാപ്പി, അതിൽ അഡൾട്ട് ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളിലുള്ള കുട്ടികൾക്കുള്ള ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ മെഡിക്കൽ നീഡ്സും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. വിപുലീകരിച്ച വിഭാഗത്തിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ P. ഉണ്ണി നിർവഹിച്ചു. നവീകരിച്ച ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ അനക്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 35 വർഷക്കാലമായി
പെരിന്തൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് പല നൂതന സംവിധാനങ്ങളും അൽഷിഫക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് 3000-ഓളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ്. അത് കംപ്ലീറ്റ് ഇവിടെ വരുന്ന പേഷ്യൻസിലെല്ലാം ഫുൾ ടൈം ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷാഘാതം പിടിപെട്ട് വിഷമത അനുഭവിക്കുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഓക്കുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി എന്നുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫിസിയോട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ, ന്യൂറോ സർജന്മാരായ ഡോക്ടർ ജോബി ജോസ്, ഡോക്ടർ അരുൺ ബാബു ജോസഫ്, ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ നൂറുദ്ദീൻ, ഡോക്ടർ യതീഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്, ENT സർജൻ ഡോക്ടർ ബേബി സസ്ന, ഡെന്റൽ സർജൻ ഡോക്ടർ ഫൗസിയ, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, പീഡിയാട്രീഷ്യന്മാരായ ഡോക്ടർ ആദിൽ, ഡോക്ടർ വിഷ്ണു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗം മാനേജർ സമീൽ പൂവഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് അംഗീകൃത പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലൊരു ജോലി നാടിന്റെ നന്മയ്ക്കായി എന്ന പദ്ധതിക്ക് തുടക്കമായി. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊഴിലധിഷ്ഠിത അംഗീകൃത കോഴ്സുകൾ പഠിക്കാൻ അവസരം ഒരുക്കുന്നതാണ് ഈ പദ്ധതി. അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലിതരായ ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് തൊഴിലില്ലായ്മ. എന്നാൽ പല വിദ്യാർത്ഥികളും വിവിധങ്ങളായ കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ തൊഴിൽ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും തൊഴിൽ സ്കില്ല് അവർക്കുണ്ടാകും. ആ സ്കില്ല് ഉണ്ടായാൽ മാത്രമേ തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടി സാധ്യമാകും. വിവിധ കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടുള്ള യുവാക്കൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള നൂതനമായിട്ടുള്ള പഠനം, പരിശീലനം അവർക്ക് നൽകി അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടായി കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മലപ്പുറവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ നാട്ടിൽ നിക്ഷേപകരായതോടെ വർദ്ധിച്ചുവരുന്ന തൊഴിൽ സാധ്യതകളിലേക്ക് യുവജനങ്ങളെ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ കണ്ടെത്താനുള്ള അവസരം ഒരുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ റാറ്റ്ക മലപ്പുറം പ്രസിഡന്റ് NTC മജീദ്, സെക്രട്ടറി ജിതേഷ്, റാറ്റ്ക സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ ഷമീർ കുളത്തിങ്ങൽ, ഹനീഫ് രാജാജി, സമദ് കോട്ടയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. ദമ്പതികൾ അടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യം എടുത്തു നൽകാം എന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശി തപ്പങ്ങക്കാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിന് ഇരയായത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി താനൂർ ഒഴൂർ കരിങ്കർപ്പാറ ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ടർഫോട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം കായിക വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ എന്നും ശ്രദ്ധ ചെലുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.